ബിഗ് ഡേയിൽ ട്രെൻഡിനൊപ്പം ഡ്രസ്സിങ് ചെയ്യുന്നതിനേക്കാളും ജ്വല്ലറി ചൂസ് ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ ചൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിലും മാത്രമേ നമ്മളെ അത്രയും ഭംഗിയായിട്ട് കാണിക്കും. അപ്പം അതിലൊരു വരുന്നൊരു ഫാക്ടറാണ് നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള കളറ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിനൊരു ഈസി ആയിട്ടുള്ള മെത്തേഡ് കളർ തിയറി തന്നെയാണ്. അത് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. ഇപ്പോൾ വെയിൻ്റെ കളർ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ വെയിന് നമുക്ക് ഒരു ബ്ലൂ പർപ്പിൾ ആ ഒരു ഷെയ്ഡ് കളറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂൾ അണ്ടർടോൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ സൂട്ടബിൾ ആയിട്ടുണ്ടാവുക സിൽവർ ജ്വല്ലറി ആയിരിക്കും. ഇപ്പോൾ എമറാൾഡ് ഗ്രീന്, ബ്ലൂ, പർപ്പിൾ, പിങ്ക് അങ്ങനത്തെ ഷെയ്ഡുകൾ നമുക്ക് പിന്നെ കൂളായിട്ടുള്ള റെഡ് മീൻസ് ഒരു ചെറിയ റെഡ് അങ്ങനത്തെ കളേഴ്സ് നമുക്ക് നല്ലപോലെ പോവും. പിന്നെ അത് കൂടാതെ നമ്മുടെ വെയിന് ഒരു ഗ്രീൻ അങ്ങനത്തെ ഷെയ്ഡിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വാം ആയിട്ടുള്ള അണ്ടർടോൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു വാം റെഡ്, ഇപ്പോൾ ഒരു ടൊമാറ്റോ റെഡ് അങ്ങനത്തെ ഷെയ്ഡ് നല്ല കളർ നല്ല പോവും. പിന്നെ അതുപോലെ തന്നെ ഒലീവ് ഗ്രീന്, പിന്നെ റെഡ്, ഓറഞ്ച് അങ്ങനത്തെ ഓറഞ്ച്, യെല്ലോ അങ്ങനത്തെ ഷെയ്ഡുകളായിരിക്കും നമുക്ക് കൂടുതൽ പോവാം. ഗോൾഡൻ ജ്വല്ലറി ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് നമ്മളെ ഒന്ന് ബ്രൈറ്റ് ആക്കി കാണിക്കാം നമുക്ക്. പിന്നെ അതുപോലെ തന്നെ ഈ രണ്ട് ഗ്രീൻ പർപ്പിൾ ഒരുപോലെ മിക്സായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ന്യൂട്രൽ ആയിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും പോവും. വാം ആണെങ്കിലും കൂൾ ആണെങ്കിലും ഒരുപോലെ പോകുന്നതാണ് ന്യൂട്രൽ അണ്ടർടോൺസിന്.